മുഴുവൻ വലതുപക്ഷ അനുകൂല കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ 20 വർഷമായി UDF ഭരിച്ച വാണിമേൽ പഞ്ചായത്ത് ഇടതുപക്ഷം പിടിച്ചെടുത്തു. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ട ഉരുൾപൊട്ടി ഒഴുകിയതിന് പിന്നിലെ കാരണമെന്ത്? മലമുകളിലെ ഉന്നതികളിൽ വീണ്ടും ചെങ്കൊടി പാറിയപ്പോൾ കോൺഗ്രസിനും അടിവെച്ച് മുന്നേറിയ BJPക്കും എവിടെയാണ് പിഴച്ചത്? UDF ഭരണത്തിന് അന്ത്യം കുറിച്ച് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേറുമ്പോൾ ഇനി വാണിമേലിൽ നടക്കാൻ പോകുന്നതെന്ത്? ജന്മിത്വത്തിനും ഭൂപ്രമാണിത്വത്തിനുമെതിരെ മണ്ണിൽ അധ്വാനിക്കുന്നവരെ സംഘടിപ്പിച്ച് പട നയിച്ചുകൊണ്ടാണ് വാണിമേലിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേരുറപ്പിച്ചത്. ജോലിക്കും കൂലിക്കും ഇതോടൊപ്പം അന്തസ്സോടെ ജീവിക്കാനുമുള്ള നിരവധി പോരാട്ട സമരങ്ങളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗം ചെങ്കൊടിക്ക് കീഴിൽ അണിനിരന്നു. വാണിമേലിനപ്പുറം ജന്മിത്തമ്പ്രാക്കളും ഭൂപ്രമാണിമാരും ഏറെ ഹൈന്ദവരായിരുന്നെങ്കിൽ വാണിമേൽ മലയോരത്തെ ഭൂമിയുടെ അവകാശികളിലേറെ മുസ്ലിം കുടുംബങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂ ഉടമകൾക്കെതിരെ നടന്ന കമ്മ്യൂണിസ്റ്റ് സമരങ്ങളെ ചെറുത്തു നിൽക്കാനും സംരക്ഷണ വലയം തീർക്കാനുമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം വാണിമേലിന്റെ പച്ചപ്പിനൊപ്പം തഴച്ചു വളർന്നത്. അധ്വാനശീലരായ തെക്കൻ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾ വണ്ടി കയറി മലബാറിലെത്തിയപ്പോൾ ഏറെ പേരും വാണിമേലിന്റെ മലയോരമായ വിലങ്ങാട്ടേക്ക് കുടിയേറി. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് മണ്ണ് പൊന്നാക്കി അവരും ജീവിതത്തിന് ഊടും പാവും നെയ്തുകൂട്ടി. അവർ ഒപ്പം കൊണ്ടുവന്ന രാഷ്ട്രീയമായിരുന്നു വാണിമേലിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു കൂട്ടിയത്. റേഷൻ കാർഡ് പോലും പണിയും വെച്ച് മൃഗതുല്യരായി ജീവിച്ച ആദിവാസി കുടുംബങ്ങളിൽ അവകാശ പോരാട്ടത്തിന്റെ ആദ്യ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പിന്മുറക്കാരുടെ ജാഗ്രത കുറവ് മുതലെടുത്താണ് വാണിമേലിലെ ഉന്നതികളിൽ BJPയുടെ കാവിക്കൊടി അടുത്ത കാലത്തായി ഉയരെ പാറാൻ തുടങ്ങിയത്. കാലങ്ങളോളം വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഭരണം മുസ്ലിം ലീഗിന്റെ കുത്തകയായി. വാണിമേലിലെ പ്രമുഖ ജന്മി കുടുംബാംഗമായ തറുവൈ ഹാജിയായിരുന്നു ഏറെക്കാലം പഞ്ചായത്ത് ഭരിച്ചത്. ഇതിനിടയിൽ വാണിമേലിലെ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ നായകനായ മുൻ MLA A കണാരൻ കണ്ടെത്തിയ യുവ പോരാളി MK ബാലനിലൂടെയാണ് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ആദ്യമായി ചെങ്കൊടി അധികാരത്തിലെത്തിയത്. പാർട്ടി തീരുമാനമനുസരിച്ച് ഏതാനും മാസം KP ചോയ്ക്കുട്ടി മാസ്റ്റർ പ്രസിഡന്റ് ആയതുൾപ്പെടെ ഒരു പതിറ്റാണ്ട് കാലം MK ബാലനിലൂടെ വാണിമേൽ CPIM ഭരിച്ചു. തുടർന്ന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തി. വാണിമേലിലെ പ്രസിഡന്റ് പദവും സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അതുവരെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തിയ മുസ്ലിം ലീഗ് തറുവൈ ഹാജിയുടെ മകളും അധ്യാപികയുമായ സുലൈഖയെ രംഗത്തിറക്കി വാണിമേലിൽ വീണ്ടും ഹരിത പതാക ഉയർത്തിക്കെട്ടി. ഇതിനിടയിൽ മുസ്ലിം ലീഗിന്റെ യുവ നേതാവും അധ്യാപകനുമായ NK മൂസ 5 വർഷം ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലേറി. ആദ്യ അവസരത്തിൽ തിളങ്ങി നിന്ന സുലൈഖ ടീച്ചർ ഏറ്റവും ഒടുവിൽ പ്രസിഡന്റ് കസേരയിൽ ഇരുന്നപ്പോൾ നിരാശയായിരുന്നു ഫലമെന്നാണ് വിലയിരുത്തൽ. വാണിമേലിന്റെ വികസന പച്ചപ്പ് പൂപ്പൽ പിടിച്ച് കരിഞ്ഞുണങ്ങിയ കാഴ്ച ഗ്രാമപഞ്ചായത്ത് ആസ്ഥാന കാര്യാലയത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. 5 വർഷത്തെ ഭരണം പൂർത്തിയായിട്ടും ഒരു പൊതു ശൗചാലയം നിർമ്മിക്കാനോ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒപ്പം വാണിമേലിനെ സങ്കടക്കടലിലാക്കി വിലങ്ങാട് ഉരുൾപൊട്ടി ഒലിച്ചപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പ്രത്യേക കരുതലൊരുക്കാൻ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അമ്പെ പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലാണ് വിലങ്ങാട് മേഖലയിലെ രാഷ്ട്രീയ ഉരുൾപൊട്ടലിലേക്ക് UDFനെ നയിച്ചത്. MPയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആകുന്നതിന് ഏറെ മുമ്പ് തന്നെ സിനിമാ താരം സുരേഷ് ഗോപി രാഷ്ട്രീയ പരീക്ഷണത്തിന് നോട്ടമിട്ടതും വിലങ്ങാട് മലമുകളിലേക്കായിരുന്നു. പുതിയ കാലത്ത് ആദിവാസി ഉന്നതികളിലെ ആരോഗ്യ പ്രശ്നങ്ങളും ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് അനുവദിച്ചതും ഇവിടെ BJP വളർത്താൻ വലിയ ഇടപെടലുണ്ടായി. ഇതിനായി സുരേഷ് ഗോപി MP ഫണ്ട് അനുവദിച്ചു. എന്നാൽ പോകെ BJP നേതൃത്വത്തിലെ ചിലരുടെ അഴിമതിയും കൊടുകാര്യസ്ഥതയും ഉന്നതി നിവാസികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനായി ഇടതുപക്ഷ സർക്കാർ വിലങ്ങാട്ടെ ആദിവാസി ഉന്നതികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടഡ് സൊസൈറ്റിക്കായിരുന്നു വീടുകളിലെ നിർമ്മാണ ചുമതല. ഇതിൽ വേഗത കുറവും അഴിമതിയും ആക്ഷേപിച്ച് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി ഉന്നതിവാസികളെ സംഘടിപ്പിച്ച് സമരം നയിച്ചു. ഒടുവിൽ അവർ ആവശ്യപ്പെട്ട വീടുകളുടെ നിർമ്മാണം BJP നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിക്ക് കൈമാറി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞും വീടുകളുടെ നിർമ്മാണം പൂർത്തിയായില്ല. അഴിമതിയുടെ പന്തം കൊളുത്തിയ പടയാണ് പിന്നീട് കണ്ടത്. ഇത് കനത്ത ആഘാതമാണ് BJPക്ക് വരുത്തിവെച്ചത്. ഉരുൾപൊട്ടിയ ജീവിതം തുടച്ചു നീക്കപ്പെട്ട വിലങ്ങാട് നിവാസികളുടെ കണ്ണീരൊപ്പാൻ കേന്ദ്ര സർക്കാരോ മന്ത്രിയായ സുരേഷ് ഗോപിയോ ഒന്നും ചെയ്തില്ല. ഇത് സംഘപരിവാറിന്റെ കരുനീക്കത്തിൽ വലിയ തിരിച്ചടിയായി. ക്രിസംഗി പരീക്ഷണവും വിലങ്ങാട് വിലപ്പോയില്ല. വിലങ്ങാട് മേഖലയിലെ CPIയുടെ ഉൾക്കരുത്ത് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മലയോരത്തിന്റെ സുഖദുഃഖങ്ങളിൽ കാവലും കരുത്തുമായ രാജു അലക്സിന്റെ വിജയം ഇതിന് അടിവരയിടുന്നതാണ്.
CPIM-ന്റെ രണ്ടാം തലമുറ നേതൃത്വം വിലങ്ങാട് മേഖലയിൽ ഒന്നുകൂടി ശക്തിപ്പെടുന്നതും ഇടതുപക്ഷ പ്രതീക്ഷയാണ്. വികസന മുരടിപ്പിനൊപ്പം മുസ്ലിം ലീഗിലെ കടുത്ത വിഭാഗീയതയും കേരളം വലത്തോട്ട് കുതിച്ചിട്ടും വാണിമേലിനെ ഇടത്തോട്ട് നയിക്കാൻ കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ പുനർനിർണയത്തിൽ UDF തയ്യാറാക്കിയ പട്ടിക മുസ്ലിം ലീഗ് നേതാവിന്റെ ജാഗ്രത കുറവിൽ CPIM-ന് ചോർന്നു കിട്ടിയതെന്നായിരുന്നു ഏറ്റവും ഒടുവിലെ വിവാദം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ NK മൂസ മാസ്റ്റർക്ക് മാസങ്ങളോളം നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ പതിറ്റാണ്ടുകളോളം അംഗമായ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്തിലെ സമുന്നത നേതാവ് കൊറ്റാല അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത് തടയാനുള്ള ശക്തമായ പാലം വലയും ഭരണനഷ്ടത്തിന് കാരണമായി. എന്നാൽ ശക്തമായ അടിയൊഴുക്കോ അടിത്തറ തകർച്ചയോ മുസ്ലിം ലീഗിന് വാണിമേലിൽ സംഭവിച്ചിട്ടില്ല എന്നതും വ്യക്തമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വാണിമേൽ ഡിവിഷനിൽ കോണി ചിഹ്നത്തിൽ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തക ബെനില സത്യന്റെ ഭൂരിപക്ഷം ഇക്കാര്യം സാധൂകരിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 5000-ൽ പരം വോട്ടുകളാണ് ബെനിലയ്ക്ക് ലഭിച്ചത്. വാണിമേലിന്റെ യുവ രാഷ്ട്രീയ പ്രതീക്ഷയായി CPIM നാദാപുരം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ T പ്രദീപ് കുമാറിന്റെയും NP വാസുവിന്റെയും നേതൃത്വത്തിൽ യുവത നടത്തിയ കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് വാണിമേലിനെ വീണ്ടും ചുകപ്പിച്ചത്. ആധുനിക കാലത്തെ ഇലക്ഷൻ മാനേജ്മെന്റ് തന്ത്രങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വിനിയോഗിച്ചതിൽ T പ്രദീപ് കുമാറിന്റെ സാമർത്ഥ്യം എതിരാളികൾ പോലും തലകുലുക്കി സമ്മതിച്ചു. വിഭാഗീയതയുടെ കാലത്ത് പലവിധ കാരണങ്ങൾ പറഞ്ഞ് പാർട്ടി അകറ്റി നിർത്തിയവരെ പോലും വീണ്ടും പ്രസ്ഥാനത്തോടടുപ്പിച്ച് അവരുടെ വിവിധങ്ങളായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഭരണം വീണ്ടെടുക്കുകയെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വാണിമേലിലെയും വിലങ്ങാട്ടെയും CPIM നേതൃത്വത്തിന് കഴിഞ്ഞു. CPIM-ന് ഭരണനഷ്ടം സംഭവിച്ച പുറമേരിയിൽ കാരണം തേടുമ്പോൾ വാണിമേലിലെ നേതൃത്വം സ്വീകരിച്ച മരുന്ന് പിന്നീടെങ്കിലും ഉപയോഗിക്കുന്നത് നന്നാവും. വാണിമേലിൽ ഭരണം പിടിക്കുകയെന്ന ലക്ഷ്യം 1-2 വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതും പുതുതലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ ശക്തമായ സോഷ്യൽ മീഡിയ ഉപയോഗവും ഇടതുപക്ഷ മുന്നേറ്റത്തിലേക്ക് വഴി തുറന്നു. CPIM ലോക്കൽ സെക്രട്ടറിയും വാണിമേൽ സഹകരണ ബാങ്ക് പ്രസിഡന്റായും T പ്രദീപ് കുമാർ പ്രവർത്തിച്ചപ്പോൾ നേടിയ ജനകീയത ഒരു പുതുപരീക്ഷണമായാൽ എന്താണ് എന്ന ചിന്ത വലതുപക്ഷത്തുള്ളവരിൽ പോലും ഉയർന്നു എന്നതും സത്യമാണ്. ഒരു മുസ്ലിം ലീഗ് കോട്ടയെങ്കിലും തകരാതെ വാണിമേലിൽ അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് CPIM-ന് നേരത്തെ തന്നെ ഉണ്ടായി. ഇതിന്റെ വിജയമാണ് ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വാർഡ് പിടിച്ചെടുത്ത് അധികാരത്തിലേക്ക് ചുവടുവെച്ചത്. പുലിയെ മടയിൽ പോയി ആക്രമിക്കുകയെന്ന തന്ത്രം നൂലിഴ വ്യത്യാസത്തിൽ വിജയിച്ചപ്പോൾ അത് ഒരു നാടിന്റെ ചരിത്രം തന്നെയാണ് മാറ്റിക്കുറിച്ചത്. ഇടതുമുന്നണി ആവിഷ്കരിച്ച വാർഡ് വിഭജന തന്ത്രമാണ് കേരളമെങ്കും ശക്തമായി തിരിച്ചടി നേരിട്ട ഘട്ടത്തിൽ പോലും വാണിമേൽ തിരിച്ചുപിടിക്കാൻ സഹായിച്ചതെന്ന് തെരഞ്ഞെടുപ്പിലെ കേന്ദ്രീകരിച്ച വോട്ടുകളുടെ എണ്ണം വ്യക്തമാക്കുന്നുണ്ട്. വലിയ വാഗ്ദാനങ്ങളാണ് ഭരണമാറ്റത്തിന് LDF വാണിമേലിന് നൽകിയത്. അക്കമിട്ട് നിർത്തിയ പ്രകടന പത്രികയും പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്വമാണ് LDF-ന് മുന്നിലുള്ളത്. സ്വതന്ത്രയായി മത്സരിപ്പിച്ച മുർഷിദ വിജയിച്ചാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി നൽകുമെന്ന ഇടതുപക്ഷത്തിന്റെ ഉറപ്പാണ് ആദ്യം നടപ്പാക്കുക. T പ്രദീപ് കുമാർ പ്രസിഡന്റ് ആകുന്ന ഭരണസമിതിയിൽ പരിചയസമ്പന്നരായ KP രാജീവനും CPI നേതാവ് രാജു അലക്സിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷ പദവിയും നൽകും. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ശോചനീയ അവസ്ഥയിലുള്ള കെട്ടിടം പുതുക്കി പണിയും. പഞ്ചായത്തിൽ 4 ആധുനിക കളിസ്ഥലങ്ങൾ, എല്ലാ വാർഡുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങൾ, കായിക വികസന കേന്ദ്രങ്ങൾ, 8 കേന്ദ്രങ്ങളിൽ ഓപ്പൺ ജിം, പഞ്ചായത്തിന് കീഴിൽ കളരി പരിശീലന കേന്ദ്രം, കലാ സാംസ്കാരിക വേദികൾക്ക് 5 ലക്ഷം രൂപയുടെ ഗ്രാന്റ്, വാർഡ് തലം മുതൽ വിവിധ കലോത്സവങ്ങൾ തുടങ്ങി പ്രകടന പത്രികയിൽ നടപ്പാക്കേണ്ട വാഗ്ദാനങ്ങൾ നിരവധിയാണ്.